ആഴി 2026 ഞാൻ കണ്ട സിനിമകളിൽ ഇതെന്താണ് തീർന്നു കിട്ടാത്തത് എന്ന് വിചാരിച്ച് ക്ഷമ പരീക്ഷിച്ച ഒരു പടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പടത്തിൽ ഒന്നാണ് ആഴി. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്പോയിലർ ഫ്രീ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാക്ഷാൽ റസൂൽ പൂക്കുട്ടിയാണ്. പുള്ളിയുടെ വർക്ക് ഗംഭീരമായിരുന്നു. പിന്നെ ഇതൊരു കടലിൽ ഒരു രാത്രിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കടലിൽ നടക്കുന്ന കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം ഇമ്പ്രസീവ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ മെസ്സേജ് ആക്ച്വലി കൊള്ളാം, നല്ലൊരു മെസ്സേജാണ്, സമൂഹത്തിൽ പറയേണ്ട മെസ്സേജ് തന്നെയാണ്. പക്ഷേ ഈ മെസ്സേജ് പറയാൻ വേണ്ടി ഇവർ 2 മണിക്കൂറിൽ താഴെയാണ് ഈ പടം എടുത്തിരിക്കുന്നത്. ഈ മെസ്സേജ് വളരെ എഫക്റ്റീവായിട്ട് 15 മിനിറ്റിൽ ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് എടുത്ത ആളുകളുണ്ട്. 2007 കാലഘട്ടങ്ങളിൽ തന്നെ തമിഴിൽ തന്നെ ഇതേ തീമിൽ ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എന്തുകൊണ്ട് എനിക്ക് വർക്കായില്ല എന്നുള്ളത് പറയുമ്പോൾ ഒരു പക്ഷേ സ്പോയിലേഴ്സ് ഉണ്ടായേക്കാം. മൂർത്തി എന്നുള്ള നമ്മുടെ മെയിൻ ക്യാരക്ടർ, ഈ മെയിൻ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിൽ കാശുണ്ട്, പുള്ളിക്ക് നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ പുള്ളി ഒരു ഭയങ്കര അറഗൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ആളുടെ മുഖത്തടിക്കുന്ന, അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ അറഗൻ്റ് ആയിട്ടുള്ള, നമുക്ക് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനില്ലാത്ത ഒരു ക്യാരക്ടർ. ഈ ക്യാരക്ടറെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അയാൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യമേ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ശരത് കുമാർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ശരത് കുമാർ അറിയുകയാണ് തൻ്റെ മകളെ ഒരാൾ പ്രണയിക്കുന്നുണ്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പയ്യനെ തട്ടിക്കൊണ്ടുപോയി ഒരു ബോട്ടിലേക്ക് എടുത്തിട്ട് കടലിലേക്ക് പോകുന്നു. അപ്പോൾ ആ കടലിൽ നടക്കുന്ന കാര്യങ്ങളും തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിൽ പ്രധാനമായിട്ടും 3 ക്യാരക്ടേഴ്സാണുള്ളത്. ഒന്ന് ശരത് കുമാറിൻ്റെ മൂർത്തി എന്ന് പറയുന്ന ആ ക്യാരക്ടർ, പിന്നെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടി, പിന്നെ മകളെ സ്നേഹിക്കുന്ന ആ കാമുകൻ. അപ്പോൾ ഈ 3 പേരിൽ ശരത് കുമാർ ഓക്കെ, പുള്ളിയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ കൺവിൻസിംഗ് ആയിരുന്നു. പുള്ളിയുടെ ആ ഒരു വിഗ്, ആ വിഗും കാര്യങ്ങളൊക്കെ കൊണ്ട് പുള്ളിയുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം മുടി ഇവിടം വരെയൊക്കെ കിടക്കുന്നതുകൊണ്ട് പുള്ളി എന്തോ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ പുള്ളിക്ക് ഈ റോളൊക്കെ ചുമ്മാ കേക്ക് വാക്കാണ്, പുള്ളി സിമ്പിളായിട്ട് ചെയ്തു പോകും. പക്ഷേ ബാക്കിയുള്ള 2 പേരുണ്ടല്ലോ, അതായത് ഈ മെയിൻ ക്യാരക്ടർ മറ്റേ ചെറുക്കൻ, ഈ ചെറുക്കൻ്റെ മുഖത്ത് ഇപ്പോൾ നമ്മൾ ഈ മുഖത്ത് ഒരു കത്തി കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തൊരു ഫീലൊക്കെ വരില്ലേ, അതുപോലും വന്നില്ല. പുള്ളിക്കാരൻ നല്ല രീതിയിൽ അഭിനയിക്കാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പിന്നെ ഈ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ പുള്ളിക്കാരിയും ഇതുപോലെ അഭിനയിക്കാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അഭിനയിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്ന 2 പേര്, ഈ 2 പേര് ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനോട് യാതൊരുവിധ അറ്റാച്ച്മെൻറ്റോ കണക്ഷനോ ഒന്നും തോന്നുന്നില്ല. പിന്നെ ഈ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലെ ഡയലോഗ്സ് തീരെ കുറവാണ്. ഇവർ വിഷ്വൽ ലാംഗ്വേജിൽ കഥ പറയാനാണ് ഉദ്ദേശിച്ചിട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 2 മണിക്കൂറുള്ള ഈ പടം ഇതിൻ്റെ ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴാണ് ഈ കടലിലേക്ക് ഈ ചെറുക്കനെ കൊണ്ടുപോകുന്നത്. ആ ഒരു സംഭവങ്ങളൊക്കെ ഒരു ഇൻ്റർവെല്ലിന് ഒരു കുറച്ച് മുമ്പൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഇൻ്റർവെൽ പോയിന്റ് രസമാണ്. അതിനകത്ത് നമ്മുടെ മലയാളി ആക്ടറാണല്ലോ, പുള്ളിയുടെ പേര് ശ്രീജിത്ത് രവിയുടെ ക്യാരക്ടർ ഒരു കസ്റ്റംസ് ഓഫീസറാണ്. പുള്ളിക്കാരൻ വരുന്നു, ഈ പറയുന്ന പോലെ ഇയാൾ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകണമെന്ന് കണ്ടുപിടിക്കുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഈ പടത്തിൽ നടക്കുമെന്ന്. ഒരു ഫേക്ക് ഇൻ്റർവെല്ലാണ്. ഇപ്പോൾ ഭൂരിഭാഗം പടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊരു ഫേക്ക് ഇൻ്റർവെൽ കൊടുക്കുക എന്നുള്ള രീതിയാണ്. അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ തീരെ കുറവാണ്. പിന്നെ വിഷ്വൽ ലാംഗ്വേജിലൂടെ ഇവർ കഥ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചു നീട്ടി അവസാനം ഇതെങ്ങനെയെങ്കിലും ഇതിനൊരു ക്ലോഷർ താ എന്നുള്ള രീതിയിൽ നമുക്ക് സത്യമായിട്ടും ആഗ്രഹിക്കും. അത് കഴിഞ്ഞാലും ഈ മെയിൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെയും അരമണിക്കൂർ ഈ പടമുണ്ട്. ഞാൻ ടൈം നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ പടം തീർന്നത്. അപ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പടം തന്നെ. പിന്നെ ക്ലൈമാക്സിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആളുകളുടെ ആ ഒരു കാര്യങ്ങൾ ഇതൊക്കെ. പക്ഷേ ഈ മെസ്സേജൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടാണ്. ഇതേ മെസ്സേജ് ഞാൻ ഏതൊരു ഷോർട്ട് ഫിലിമിൽ ഇതിലും എഫക്റ്റീവായിട്ട് 10-15 മിനിറ്റിലൊന്ന് പറഞ്ഞ് തീർത്തിട്ടുമുണ്ട്. അതൊക്കെ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ 2 മണിക്കൂറിൽ ഇങ്ങനെയുള്ളൊരു പടം, അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ 2 മണിക്കൂറിൽ ഈ ഒരു തീമിൽ ഈ ഒരു മെസ്സേജ് പറയാൻ വേണ്ടി ഈ 3 ആക്ടേഴ്സിനെ വെച്ച് ഡയലോഗ്സ് ഒക്കെ കുറച്ചിട്ടുള്ള ഈ പടം എന്ന് പറയുന്നത് വളരെ വളരെ ടയറിങ് ആയിട്ടുള്ള, ക്ഷമ പരീക്ഷിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആക്ച്വലി സിനിമയുടെ ടീസർ, ട്രെയിലർ തുടങ്ങിയ കാര്യങ്ങളൊന്നും കാണാറില്ല. ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്ന പടമാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കില്ല. കാരണം അത് കുറച്ച് ഫ്രഷ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ ട്രെയിലർ കട്ട് വരെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി കാണും. കാരണം ഇപ്പോൾ കൂടുതലും ഈ ഇംഗ്ലീഷ് സിനിമകളും ഹിന്ദി സിനിമകളൊക്കെ ഈ കോർപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ സിനിമയുടെ എല്ലാ കഥയും ഒരു ട്രെയിലറിൽ തന്നെ കാണിക്കും. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കുന്നത്. പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ട്രെയിലർ കട്ട്സ് കാണും. അപ്പോൾ ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ മുൻപേ കണ്ടിരുന്നുണ്ടെങ്കിൽ ഈ 2 മണിക്കൂർ വധം എനിക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. കാരണം ചില അപകടങ്ങളൊക്കെ ഈ ട്രെയിലറിൽ നിന്ന് നമ്മൾ രക്ഷിച്ചാണ്. പക്ഷേ ഞാൻ ട്രെയിലർ കണ്ടില്ല, അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എനിഹൗ, ഇതൊക്കെയാണ് ആഴി എന്നുള്ള സിനിമയെക്കുറിച്ച് എനിക്ക് പറയാം.